മിഡി രണ്ടിലും ഇന്നത്തെ എപ്പിസോഡിൽ സ്വാതി സഞ്ജുവിനെ ഫോൺ ചെയ്യുമ്പോൾ സഞ്ജു അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം സ്വാതി വിചാരിക്കുന്നുണ്ട് റേഞ്ച് പോയതായിരിക്കും, എന്തായാലും മിസ് കോള് പോയല്ലോ, ഇനി സഞ്ജു തിരിച്ചു വിളിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് സ്വാതി അങ്ങ് ആശ്വസിക്കുന്നുണ്ട്. തുടർന്ന് ഓട്ടോയിൽ പോകുമ്പോൾ ഓട്ടോ ഡ്രൈവറോട് സഞ്ജു തച്ചിലിടത്ത് വീട് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്ത് ചോദ്യമാണ് സാറേ, ഞാൻ ഈ നാട്ടുകാരനല്ലേ, ലച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഊണ് കഴിക്കുകയായിരുന്നു, എന്തൊക്കെ അനാവശ്യങ്ങളാണെന്നോ നരേന്ദ്രൻ തമ്പി പറഞ്ഞത്. ആ കൊച്ചിനെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു, അതെല്ലാം ആ കൊച്ചു കൊണ്ടാണ് നിന്നത്. പക്ഷേ അവസാനം ഭർത്താവിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ കുട്ടി പ്രതികരിച്ചത് എന്ന് സഞ്ജുവിനോട് പറയുമ്പോൾ അത് സഞ്ജു ഒന്നുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഏതോ ഹോട്ടലിൽ എച്ചിൽ പാത്രം കഴുകിയാണ് ലച്ചു ജീവിക്കുന്നത് എന്നൊക്കെ നരേന്ദ്രൻ തമ്പി പറഞ്ഞു. പിന്നെ സാറിനെക്കുറിച്ചും കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഭർത്താവ് വന്നിട്ടുണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ കൈ പൊങ്ങില്ലായിരുന്നു. ഇപ്പോൾ നരേന്ദ്രൻ തമ്പി നല്ലവനുമായി, സാറ് നാട്ടുകാരുടെ മുമ്പിൽ കൊള്ളരുതാത്തവനുമായി എന്നൊക്കെ ഡ്രൈവർ അങ്ങ് സഞ്ജുവിനോട് സംസാരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് തച്ചിലയിടത്ത് നരേന്ദ്രൻ തമ്പി ആളുകളെയൊക്കെ ഗേറ്റിന് പുറത്ത് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരു കാരണവശാലും ലച്ചു ഇവിടെ ഒന്നും രക്ഷപ്പെട്ടു പോകരുത് എന്നൊക്കെ ഫോണിൽ സംസാരിക്കുന്നത് അർജുനും ആനന്ദവല്ലിയും അടുത്തുനിന്ന് കേൾക്കുന്നുണ്ട്. തുടർന്ന് അവർ ചോദ്യം ചെയ്യുകയാണ്, നീ എന്തിനുള്ള പുറപ്പാടാണെന്നൊക്കെ പറഞ്ഞ്. അന്നേരം അവളെ ഞാൻ ഭൂമുഖത്തേക്ക് കൊണ്ടുവരും, അവളുടെ കഴുത്തിലുള്ള താലിച്ചരട് ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഞാനൊരു താലിച്ചരടങ്ങ് കെട്ടും, അപ്പോൾ പിന്നെ എനിക്ക് അവകാശമായില്ലേ, എവിടെയെല്ലാം ഞാൻ അവളെ അന്വേഷിച്ച് നടന്നു, ഇനി ഒരിക്കലും അവളെ ഞാൻ ഇവിടെ വിട്ട് കളയില്ല എന്ന് നരേന്ദ്രൻ തമ്പി അവരോട് പറയുകയാണ്. ഇന്ന് എൻ്റെ കല്യാണ ദിനമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ആകെ ആവേശം കൊണ്ട് നിൽക്കുകയാണ് നരേന്ദ്രൻ. അന്നേരം അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് അർജുനും ആനന്ദവല്ലിയും കൂടി ശ്രമിക്കുകയാണ്. അവളുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രതികരിച്ചത് കേട്ടില്ലേ, പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവളുടെ എതിർപ്പൊക്കെ മറികടന്ന് നീ എങ്ങനെയാണ് താലി കെട്ടാനായിട്ട് കഴിയുക, ഇന്നൊരു ദിവസത്തേക്ക് നീ ക്ഷമിക്ക്, അവളെ ഇന്നിവിടെ ഈ രാത്രി അവളിവിടെ നിന്നോട്ടെ, നാളെ നീ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടത്താം, താലി കെട്ടാനായിട്ട് അവളെ ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരാമെന്ന് ആനന്ദവല്ലി നരേന്ദ്രനോട് പറയുകയാണ്. അന്നേരം അപ്പച്ചിക്ക് അതിന് കഴിയുമോ, നാളെ എല്ലാം നടക്കുമോ എന്നൊക്കെ നരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ കഴിയുമെന്ന് ആനന്ദവല്ലി നരേന്ദ്രന് ഉറപ്പ് കൊടുക്കുകയാണ്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട്, അമ്മ എങ്ങോട്ട് ചെല്ലുക, അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക, ഇനി വഴക്ക് പറച്ചിൽ ഒന്നും വേണ്ട, പിന്നെ ഈ കാര്യങ്ങളൊന്നും ശ്രീജ അറിയരുത് എന്നും ആനന്ദവല്ലിയോട് അർജുൻ പറയുന്നുണ്ട്. തുടർന്ന് ലച്ചു പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ നാട്ടുകാരെല്ലാവരും ചേർന്ന് ലച്ചുവിനോട് പറയുകയാണ്, മോളിവിടെ നിന്നും പോകണ്ട, എവിടെയെങ്കിലും എച്ചിൽ പാത്രം കഴുകി ജീവിക്കേണ്ടവളല്ല, ഈ കണ്ട സ്വത്തുക്കളും ഈ നാടും ഒക്കെ വിട്ടിട്ട് മോൾ എങ്ങോട്ടാണ് പോകുന്നത്, മോൾ ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്നൊക്കെ നാട്ടുകാർ ലച്ചുവിനോടായിട്ട് പറയുകയാണ്. അന്നേരം കുഞ്ഞുട്ടൻ പറയുന്നുണ്ട്, ഇവളെ സംരക്ഷിക്കാനായിട്ട് ആർക്കാണ് കഴിയുക, ഇവൾ ഓരോ തവണ ഇവിടെ വരുമ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ എന്ന്. അന്നേരം അവരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നീ ഇവളുടെ ആങ്ങളെയല്ലേ, അച്ഛൻ അമ്മ രണ്ടാണെങ്കിലും അച്ഛൻ ഒന്നല്ലേ, നിനക്ക് സംരക്ഷിച്ചൂടെ എന്നൊക്കെ. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്നാൽ ലച്ചു പറയുകയാണ്, ഇല്ല എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞ് ലച്ചു ബാഗ് എടുക്കുകയാണ്. തുടർന്ന് ആനന്ദവല്ലി ഒന്ന് പറയുകയാണ്, മുത്തശ്ശിയുടെ ചടങ്ങിന് വന്നിട്ട് ഒരു പിടി ചോറുണ്ണാതെ നീ പോവുകയാണോ, അത് മുത്തശ്ശിക്ക് വിഷമമാകില്ലേ, അങ്ങ് അകത്തേക്ക് കയറാനായിട്ട് പറയുകയാണ് ആനന്ദവല്ലി. എന്നാലും വന്ന ഉടനെ നിങ്ങൾ ആട്ടിപ്പായിക്കുകയല്ലേ എന്ന് നാട്ടുകാരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അപ്പോൾ എൻ്റെ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ വല്ലയിടത്തും എച്ചിപ്പാത്രം കഴുകി ജീവിക്കുന്നവൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് തോന്നിയില്ലല്ലോ, പിന്നെ അർജുനോടും നരേന്ദ്രനോടും ഞാൻ പറഞ്ഞിരുന്നതാണ് ഇവളെ കണ്ടാൽ കൂട്ടിക്കൊണ്ട് വരണേന്നൊക്കെ പറഞ്ഞ് ആനന്ദവല്ലി തകർത്തങ്ങ് അഭിനയിക്കുകയാണ്. അന്നേരം ശ്രീജ കരുതുന്നുണ്ട്, ഇതെന്തോ വലിയ പ്ലാനിങ് നടക്കുന്നുണ്ട്, അതായിരിക്കും ഈ അഭിനയത്തിൻ്റെ ഭാഗമെന്ന്. തുടർന്ന് കുഞ്ഞുട്ടൻ പറയുന്നുണ്ട്, ആനന്ദവല്ലിക്ക് ലച്ചുവിന് ഭക്ഷണം വിളമ്പുന്നുണ്ടെങ്കിൽ അത് പന്തലിൽ മതിയെന്ന്. അന്നേരം അത് പറയാൻ നീ ആരാടാ, കയറിപ്പോടാന്നൊക്കെ ആനന്ദവല്ലി വഴക്ക് പറയുകയാണ്. തുടർന്ന് ശ്രീജയോടും പറയുന്നുണ്ട്, ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല, നീ ലച്ചുവിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വാ, ഞാൻ ഇല ഇടാമെന്നും പറഞ്ഞ് ആനന്ദവല്ലി പോവുകയാണ്. തുടർന്ന് നന്ദൂട്ടനും ലച്ചുവിനെ നിർബന്ധിക്കുകയാണ്. അന്നേരം കുഞ്ഞുട്ടേട്ട എനിക്ക് പേടിയാകുന്നു, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ലച്ചു ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീജ പറയുകയാണ്, ഇത്രയും നാട്ടുകാരിവിടെ നിൽക്കുകയല്ലേ, നീ ഒന്ന് കൈ നനച്ചിട്ട് പോയാൽ മതി, കയറി വാ എന്നും പറഞ്ഞ് ശ്രീജ വിളിക്കുകയാണ്. അന്നേരം കുഞ്ഞുട്ടൻ പറയുന്നുണ്ട്, നീ വാ മോളെ, നിന്നെ ഇവിടെ ഒരുത്തനും ഒന്നും ചെയ്യില്ല എന്ന്. തുടർന്ന് ലച്ചു അകത്തേക്ക് കയറുമ്പോൾ നരേന്ദ്രൻ തമ്പിയും അർജുനും കൂടി വാതുക്ക തന്നെ നിൽക്കുകയാണ്. അന്നേരം ഇനി നിനക്ക് പോകാൻ ഒരിടമില്ലല്ലോ, നിനക്ക് ഇവിടെ നിന്നും എന്നും ഭക്ഷണം കഴിക്കാം, എനിക്ക് നിന്നെ കണി കാണുകയും ചെയ്യാമെന്ന് നരേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശിയുടെ ബലിച്ചോറ് കഴിച്ചിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാമെന്ന് ലച്ചു പറയുകയാണ്. തുടർന്ന് ആനന്ദവല്ലി പറയുന്നുണ്ട്, നീ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മാറി നിൽക്കിടാന്ന്. അന്നേരം രംഗം കൂടുതൽ അവിടെ വഷളാകുകയാണ്. നരേന്ദ്രൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. തിരിച്ചു പോകുമെന്ന് ഇത്രയ്ക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഇവൾ പറയുമ്പോൾ ഞാനെങ്ങനെ മിണ്ടാതിരിക്കും, നീ എങ്ങോട്ടാടി തിരിച്ചു പോകുന്നതെന്നും പറഞ്ഞ് ലച്ചുവിൻ്റെ നേരെ ചാടിക്കടിക്കുകയാണ് നരേന്ദ്രൻ.
തുടർന്ന് കുഞ്ഞൂട്ടൻ ചോദിക്കുകയാണ്, അവളെവിടെ പോയാലും നിങ്ങൾക്കെന്താ, നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു അവകാശവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അവകാശം ഞാൻ ഉണ്ടാക്കിയല്ലോ എന്നും പറഞ്ഞ് നരേന്ദ്രൻ അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് അർജുനും ആനന്ദവല്ലിയും ചേർന്ന് നരേന്ദ്രനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം നിന്നെയും നിൻ്റെ അമ്മയും ഞാനിനി ഒരിക്കലും വിശ്വസിക്കില്ല, നിങ്ങൾ കളി കണ്ടു നിന്നാൽ മതി, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് നരേന്ദ്രൻ ലച്ചുവിൻ്റെ അടുത്തേക്ക് അങ്ങ് അടുക്കുകയാണ്. തുടർന്ന് കുഞ്ഞൂട്ടൻ പറയുന്നുണ്ട് ലച്ചുവിനോട്, മോളെ ഇതിലെന്തോ ചതിയുണ്ട്, മോള് പോകാൻ നോക്കുന്നത്. അന്നേരം തിരിഞ്ഞു പോകാനൊരുങ്ങുന്ന ലച്ചുവിനെ പിടിച്ച് വട്ടം ചുറ്റുകയാണ് നരേന്ദ്രൻ. തടുക്കാൻ ചെല്ലുന്ന കുഞ്ഞൂട്ടനെ തല്ലുകയൊക്കെ ചെയ്യുകയാണ് നരേന്ദ്രൻ. എന്നിട്ട് ലച്ചുവിൻ്റെ 2 കൈയും പിടിച്ച് പറയുകയാണ്, നിൻ്റെ ഇനി ഒരു വേലയും എന്നോട് നടക്കില്ല, നിൻ്റെ ഈ താലിച്ചരട് പൊട്ടിച്ചിട്ട് പകരം ഞാൻ അവരുടെ താലി കെട്ടാൻ പോവുകയാണ് എന്നൊക്കെ നരേന്ദ്രൻ അങ്ങ് വിളിച്ചു പോവുകയാണ്. അന്നേരം വിട് എന്നെ വിടും എന്നൊക്കെ പറഞ്ഞ് ലച്ചു അങ്ങ് കരയുകയാണ്. തുടർന്ന് ലച്ചുവിനെ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് തൻ്റെ കരവലയത്തിനുള്ളിലാക്കുകയാണ് നരേന്ദ്രൻ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ താലി വലിച്ചു പൊട്ടിക്കാൻ പോവുകയാണ്, വഴിപോക്കൻ കെട്ടിയ താലി നിൻ്റെ കഴുത്തിൽ വേണ്ട, നരേന്ദ്രൻ തമ്പി കെട്ടിയ താലി മതി നിൻ്റെ കഴുത്തിൽ എന്ന് പറഞ്ഞ് ലച്ചുവിൻ്റെ താലി പിടിക്കുകയാണ് നരേന്ദ്രൻ. തുടർന്ന് ദേഷ്യത്തോടു കൂടി നീ എൻ്റെ താലി പൊട്ടിക്കുമെന്നും പറഞ്ഞ് നരേന്ദ്രനെ കവാലം നോക്കി ഒരു അടി കൊടുക്കുകയാണ് ലക്ഷ്മി. ഇത് കണ്ട് ആകെ അന്താളിക്കുകയാണ് ആനന്ദവല്ലിയും ശ്രീജയും അർജുനും കൂടി നിന്ന എല്ലാവരും. നരേന്ദ്രൻ തമ്പിയെ തല്ലാൻ മാത്രം നീ വളർന്നോടി, നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കുമെന്നും പറഞ്ഞ് ലക്ഷ്മിയെ പൊതിരെ തല്ലുകയാണ് നരേന്ദ്രൻ തമ്പി. അതെല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് മുടിക്ക് കുത്തിപ്പിടിച്ച് ലക്ഷ്മിയെ പുറത്തേക്ക് തള്ളുകയാണ്. അതേസമയം ലച്ചു ചെന്ന് വീഴുന്നത് സഞ്ജുവിൻ്റെ കൈകളിലേക്കും. അന്നേരം സഞ്ജുവിനെ കണ്ട് അങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ലക്ഷ്മി. ഇതേസമയം നരേന്ദ്രൻ തമ്പിയും അർജുനും ആനന്ദവല്ലിയും ഒക്കെ സഞ്ജുവിനെ കണ്ട് പേടിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞൂട്ടൻ്റെ വായിൽ നിന്നും അറിയാതെ അളിയൻ എന്ന് പുറത്തേക്ക് ശബ്ദം വീഴുന്നുണ്ട്. നന്ദൂട്ടനാണെങ്കിൽ ഇത് കണ്ടങ്ങ് സന്തോഷിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ലച്ചുവിനെ പിടിച്ചുകൊണ്ട് സഞ്ജു ഒരുപാട് നേരം ലക്ഷ്മിയെ കണ്ണിൽ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ഇവനിത് എവിടെ നിന്ന് വന്നു, ഇവനെന്താ ഇവിടെ കാര്യമെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് ആനന്ദവല്ലി. തുടർന്ന് സഞ്ജു തന്നെ ലക്ഷ്മിയെ തൻ്റെ പിറകിലേക്ക് മാറ്റി നിർത്തിയിട്ട്, ഞാൻ താലി കെട്ടി എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് കൈവച്ചാൽ ആ കൈ ഞാൻ വെട്ടുമെന്ന് നരേന്ദ്രൻ തമ്പിക്ക് നേരെ കൈ ചൂണ്ടി സഞ്ജു പറയുകയാണ്. തുടർന്ന് ആകെ ദേഷ്യത്തോടെ സഞ്ജു ചോദിക്കുകയാണ്, നീ എൻ്റെ പെണ്ണിനെ തല്ലുമല്ലേ, ആർക്കാടാ എൻ്റെ പെണ്ണിനെ തല്ലേണ്ടത് എന്ന് പറഞ്ഞ് നരേന്ദ്രൻ തമ്പിയെ പിടിച്ച് പിന്നെ താറുമാറ് അടിക്കുകയാണ് സഞ്ജു. ഒന്ന് കാണേണ്ടത് തന്നെയാണ്. തലയ്ക്കും മുതുകിനും വയറ്റിനും ഒക്കെ കുത്തിപ്പിടിച്ച് കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. ഒരുപാട് അടിക്കുന്നുണ്ട് സഞ്ജു നരേന്ദ്രനെ. തുടർന്ന് മുത്തശ്ശിയുടെ ഫോട്ടോ ഇരിക്കുന്ന ടേബിളിന് മുന്നിലേക്കൊക്കെ നരേന്ദ്രൻ തമ്പിയുടെ തല കുനിച്ചു വച്ചിട്ട് കൈയൊക്കെ പിടിച്ച് തിരിച്ച് വീണ്ടും അടിക്കുകയാണ് നരേന്ദ്രൻ തമ്പിയെ സഞ്ജു. തുടർന്ന് ഭിത്തിയോട് ചേർത്ത് നിർത്തുകയാണ് നരേന്ദ്രൻ തമ്പിയെ സഞ്ജു. എന്നിട്ട് ചോദിക്കുകയാണ്, മുത്തശ്ശിയുടെ ബലിച്ചോറ് ഉണ്ണാനായിട്ട് ഇവിടെ വന്ന എൻ്റെ പെണ്ണിനെ നീ ഇവിടെ ഇട്ട് തല്ലുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. നീ എന്താ കരുതിയത്, ഇവളുടെ കൂടെ ഞാനില്ലെന്നോ, ഞാൻ താലി കെട്ടിയ പെണ്ണാണ്, എൻ്റെ പെണ്ണാണ് ഇത് എന്നൊക്കെ ഒരുപാട് തവണ സഞ്ജു ആവർത്തിച്ച് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടങ്ങ് ആകെ സന്തോഷിക്കുകയാണ് ലക്ഷ്മി. തുടർന്ന് വീണ്ടും സഞ്ജു പറയുകയാണ്, നീ എന്താ കരുതിയത്, ഞാൻ താലി കെട്ടി എൻ്റെ പെണ്ണിനെ ഞാൻ ഉപേക്ഷിച്ചെന്നോ, ഇവൾ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നതെന്നാണോ നീ കരുതിയത്, ഇവളെ ഒരുത്തനും കൈവയ്ക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ സഞ്ജു നരേന്ദ്രനെ വെല്ലുവിളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ എപ്പോൾ അപകടത്തിൽപ്പെട്ടാലും ദൈവത്തെ പോലെ എന്നെ ഇദ്ദേഹം വന്ന് രക്ഷിക്കുമല്ലോ എന്നൊക്കെ ലക്ഷ്മി മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് നാട്ടുകാർ പറയുകയാണ്, നരേന്ദ്രൻ തമ്പി പറഞ്ഞതൊക്കെ കള്ളമാണ്, ലച്ചുവിനെ ഉപേക്ഷിച്ചെന്നല്ലേ പറഞ്ഞത്, ആണൊരുത്തൻ തന്നെയാണ്, ഉശിരുള്ള ഒരുത്തൻ തന്നെയാണ് ലച്ചുമോളെ കല്യാണം കഴിച്ചിരിക്കുന്നതെന്നൊക്കെ അവർ പരസ്പരം പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും സഞ്ജു പറയുകയാണ്, നീ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ക്യാഷ് ചോദിച്ചപ്പോൾ എൻ്റെ മാനേജർ പൈസ തന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, നീയൊക്കെ ജീവിച്ച് പോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പൈസ തന്നത് എന്ന് സഞ്ജു പറയുകയാണ്. ഇനിയും നീ ഇവരുടെ ദേഹത്ത് കൈവയ്ക്കാൻ ഒരുങ്ങിയാലുണ്ടല്ലോ എന്നും പറഞ്ഞ് വീണ്ടും തല്ലാനായിട്ട് സഞ്ജു വരുമ്പോൾ ഇടയ്ക്ക് കയറി നിൽക്കുകയാണ് ആനന്ദവല്ലി. എന്നിട്ട് പറയുകയാണ്, ഇനി ഇവനെ തല്ലരുത്, അവൾ നിൻ്റെ പെണ്ണാണെങ്കിൽ നീ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോടാന്ന്, എൻ്റെ വീട്ടിൽ വന്നല്ല പരാക്രമം കാണിക്കേണ്ടത്, നിനക്കെന്താടാ ഇവിടെ കാര്യമെന്ന് ആനന്ദവല്ലി ചോദിക്കുകയാണ്. അന്നേരം അതേ നാണയത്തിൽ തന്നെ സഞ്ജു തിരിച്ചു ചോദിക്കുകയാണ്, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും ഈ കൂടി നിൽക്കുന്ന ഇത്തിക്കണ്ണികളോടും നിങ്ങളുടെ മക്കളോടും ഒക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇവർക്കുമൊക്കെ ഈ വീട്ടിൽ എന്താണ് കാര്യമെന്ന്. ഈ വീട്ടിനും ഈ മുഴുവൻ സ്വത്തിനും ഒരേ ഒരു അവകാശി ലച്ചു തന്നെയാണ്. നിങ്ങളിവിടെ വാടക തരാതെ കിടക്കുന്ന കുടികിടപ്പുകാർ മാത്രമാണ്. ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോകുക തന്നെ വേണം, ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് സഞ്ജു പറയുമ്പോൾ ആകെ പേടിക്കുന്നുണ്ട് നരേന്ദ്രൻ തമ്പിയും ആനന്ദവല്ലിയും ഒക്കെ. തുടർന്ന് നാട്ടുകാർ പറയുകയാണ്, ഉശിരുള്ളവൻ തന്നെയാണ്, അവന് നല്ല ആരോഗ്യവും നല്ല ബുദ്ധിയും ഒക്കെ ഉണ്ടെന്ന് അവർ പരസ്പരം പറയുന്നുണ്ട്.
തുടർന്ന് ആനന്ദവല്ലി ധൈര്യത്തോടെ പറയുന്നുണ്ട് അങ്ങേർക്ക് ഒരു മകൾ മാത്രമല്ല 2 ആൺമക്കൾ കൂടി ഉണ്ടെന്ന്. അന്നേരം സഞ്ജു ചോദിക്കുകയാണ്, പിന്നെ നിങ്ങൾ എന്താണ് കേസിന് പോകാത്തത്? കേസിന് പോയാലും നിങ്ങൾ തോക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും സ്വത്ത് കൈമോശം വന്നതൊക്കെ എനിക്കറിയാം. ലച്ചുവിൻ്റെ അമ്മയല്ലേ അതൊക്കെ വീണ്ടെടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇതിലൊന്നും യാതൊരു അവകാശവുമില്ല. എല്ലാ സ്വത്തിൻ്റെയും അവകാശം ലച്ചുവാണ്. ഇതിൻ്റെ പിന്നിലുള്ള കഥയൊക്കെ എന്നോട് പറഞ്ഞത് ഒരിക്കൽ എന്നെ കാണാമെന്ന കുഞ്ഞൂട്ടനാണ് എന്ന് സഞ്ജു പറയുകയാണ്. തുടർന്ന് ലക്ഷ്മി കുഞ്ഞൂട്ടനെ നോക്കുമ്പോൾ അങ്ങ് ചിരിച്ചു നിൽക്കുകയാണ് കുഞ്ഞൂട്ടൻ. ഒരു ചില്ലി കാശിന് പോലും നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ അവകാശമില്ല. എല്ലാ സ്വത്തിൻ്റെയും അവകാശം ഇതേ നിൽക്കുന്ന ലച്ചുവാണ്. രാധാമണി ടീച്ചറുടെ മകൾ ലച്ചുവെന്ന് സഞ്ജു കൈ പുറകിലേക്ക് ലച്ചുവിനെ ചൂണ്ടി പറയുന്നുണ്ട്. അന്നേരം ആനന്ദവല്ലിയും നരേന്ദ്രൻ തമ്പിയും അങ്ങ് ഇല്ലാതാവുകയാണ്. പിന്നീട് സഞ്ജു പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ ബലിച്ചോറ് ഉണ്ണാനാണ് ലച്ചു വന്നതെങ്കിൽ അതുണ്ടിട്ടേ പോകൂ. പിന്നെ ഇതൊന്നും നിങ്ങളുടെ കാശ് കൊണ്ടല്ലല്ലോ ഉണ്ടാക്കിയതെന്നൊക്കെ. അന്നേരം നാട്ടുകാർ പറയുകയാണ്, മോൻ ലച്ചുവിനെയും കൂട്ടി വാ, ഞങ്ങൾ ചോറ് വിളമ്പി തരാമെന്ന്. അന്നേരം ആകെ നാണം കെട്ട് അർജുനെയും നരേന്ദ്രൻ തമ്പിയും വിളിച്ചുകൊണ്ട് ആനന്ദവല്ലി അങ്ങ് അകത്തേക്ക് പോകുന്നു. തുടർന്ന് സന്തോഷത്തോടുകൂടി സഞ്ജുവിൻ്റെ കൈ പിടിച്ചിട്ട് കുഞ്ഞൂട്ടൻ പറയുകയാണ്, അളിയൻ കലക്കി, കെട്ടിയ പെണ്ണിൻ്റെ മാനം കാത്തു, അളിയൻ മാന്ന് പറഞ്ഞിട്ട് പന്തലിലേക്ക് പോവുകയാണ് കുഞ്ഞൂട്ടനും. തുടർന്ന് നന്ദൂട്ടൻ സഞ്ജുവിൻ്റെ കൈ പിടിച്ചിട്ട് ലച്ചുവിനെ ഒരുപാട് തല്ലി, പാവം ലച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിനക്ക് സുഖമില്ലേടാന്നൊക്കെ സഞ്ജു ചോദിക്കുകയാണ്. തുടർന്ന് സങ്കടത്തോടെ നിൽക്കുന്ന ലക്ഷ്മിയോട് പറയുന്നുണ്ട്, വേലക്കാരിയായിട്ടല്ല നീ കഴിയേണ്ടത്, ഇവിടെ നീ ലക്ഷ്മിയായിരിക്കാം. പക്ഷേ ആക്രമിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ദുർഗയായിട്ട് തന്നെ സംഹാര താണ്ഡവം ആടണം എന്നൊക്കെ സഞ്ജു ലച്ചുവിനോട് പറയുകയാണ്. തുടർന്ന് നാട്ടുകാരും കുഞ്ഞൂട്ടനും ഒക്കെ ചേർന്ന് ലച്ചുവിനും പിന്നെ സഞ്ജുവിനും കൂടി ഇലക്കയിട്ട് സദ്യ വിളമ്പുകയാണ്. അന്നേരം പന്തലിലേക്ക് സഞ്ജു നടന്നു വരുമ്പോൾ പുറകെ സഞ്ജുവിനെ നോക്കിയെങ്കിൽ സ്നേഹത്തോടെ നടന്നു വരികയാണ് ലക്ഷ്മിയും. തുടർന്ന് സഞ്ജു വന്ന് കസേരയിലേക്ക് ഇരിക്കുമ്പോൾ ലക്ഷ്മി പുറകോട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ഇരിക്കി ലച്ചു, സദ്യ കഴിക്കാനല്ലേ വന്നതെന്നും പറഞ്ഞ് കസേരയൊക്കെ സഞ്ജു നീക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ലച്ചുവും ഇരിക്കുകയാണ്. തുടർന്ന് ഓരോ കറികളൊക്കെ കഴിക്കും തോറും സഞ്ജുവിനങ്ങ് സന്തോഷവും ടേസ്റ്റും ഒക്കെ സഞ്ജു അങ്ങ് ആസ്വദിക്കുന്നുണ്ട്. തുടർന്ന് സഞ്ജു കഴിക്കുന്നത് നോക്കി അങ്ങ് ലച്ചു ഇരിക്കുമ്പോൾ കഴിക്കുമെന്ന് സഞ്ജു പറയുകയാണ്. തുടർന്ന് ലക്ഷ്മിയും കഴിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പന്തലിന് ദൂരെ മാറി നിന്ന് ആനന്ദവല്ലിയും അർജുനും നരേന്ദ്രനും കൂടി ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.